പടർന്നു പന്തലിച്ച നാരകച്ചെടികളുടെ ഇടയിൽ നിന്ന് ആ മഞ്ഞ റോസിൻ്റെ ചുവട് കണ്ടുപിടിക്കാൻ ഒട്ടേറെ ശ്രദ്ധിക്കേണ്ടി വന്നു. മുള്ളുകളുടക്കി ഗിരിജയുടെ കൈത്തണ്ടകൾ വേദനിച്ചു. ചുവടുപോലെ ചെടിയുടെ അറ്റങ്ങളും നാരകത്തിൻ്റെ ഇലകൾക്കിടയിൽ മറഞ്ഞു കിടന്നതുകൊണ്ട് പൂക്കൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. കണ്ണുകൾ മുറുക്കിയടച്ച് ചുവട് വെട്ടാനാഞ്ഞപ്പോൾ ചിമ്മിയ കണ്ണുകൾക്ക് മുമ്പിൽ ഇരുട്ടിൽ പ്രഭ വിതറി പെട്ടെന്ന് ഉഷയുടെ മുഖം. ഗിരിജ കണ്ണു തുറന്നു. ഇല്ല, ആരുമില്ല. ഈശ്വര, ഞാൻ നാളെ തിരിച്ചു പോവുകയാണല്ലോ, പിന്നെ എന്തിനിത് വെട്ടിക്കളയണം? ഉഷയുടെ ഓർമ്മയ്ക്കു വേണ്ടി സുന്ദരവും അപൂർവവുമായ ഈ പൂവ് നിലനിൽക്കട്ടെ. വേണ്ട, ഒരിക്കലും വേണ്ട. ഗിരിജ ഉടൻ തന്നെ മറിച്ചും ചിന്തിച്ചു. എല്ലായിടത്തും പതിയിരുന്ന് അവ എന്നെ ആക്രമിക്കുന്നു. എന്തൊരു അസഹ്യമായ അസ്വസ്ഥതയാണ് അതെന്നിൽ വിതച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണു ചിമ്മിയാൽ വീണ്ടും ഉഷയുടെ മുഖം കാണുമെന്ന് ഭയന്ന് ഗിരിജ കൂടുകെട്ടിയ ഇലകളിൽ മിഴിയൂന്നി ആഞ്ഞു വെട്ടി. വീണ്ടും വെട്ടി. ഒടുവിൽ വിയർത്തപ്പോൾ പുറത്തു വന്ന് അവൾ ആ ചുവട് ആഞ്ഞു വലിച്ചു. അവിടെ രക്തം പൊടിഞ്ഞിരുന്നു. ഗിരിജ ഭയപ്പാടോടെ കണ്ടു. നോക്കിയപ്പോൾ അവളുടെ മോതിരവിരലിൽ ആഴത്തിൽ മുറിവ്. തെറിച്ചു വീണ രക്തം വെളുത്ത ശുഭ്രമായ സാരിയിൽ ചുവന്ന പൂക്കളുതിർത്തു. ദൈവമേ, എത്ര ആഞ്ഞു വലിച്ചിട്ടും ആ ചെടി പറഞ്ഞു വന്നില്ല. വർഷങ്ങൾക്ക് മുമ്പേ വേരുപിടിച്ച് അത് പറിച്ചെടുക്കാൻ എളുപ്പമായിരുന്നില്ല. ഹൃദയത്തിലെവിടെയോ ശക്തമായ നീറ്റൽ അനുഭവപ്പെട്ടു ഗിരിജയ്ക്ക്. അജ്ഞാതമായ ഒരു ഭയം സിരകൾ തോറും പടർന്നു തുടങ്ങി. ഗിരിജ നിയന്ത്രണാതീതമായി വിറച്ചു. സ്വയം രക്ഷപ്പെടാനെന്ന പോലെ മണ്ണും രക്തവും കൂടി കുഴഞ്ഞ് ഒട്ടിപ്പിടിച്ച ഇരു കൈകളും മുഖത്ത് ചേർത്ത് കണ്ണടച്ച് കരയാനും കരയാതിരിക്കാനുമാവാതെ ചലനമറ്റു നിന്നു. ഈ നിമിഷം ഈശ്വര, ഒന്നും ഓർക്കാതിരിക്കാൻ, ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് മരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ചിമ്മിയ കണ്ണിനു മുമ്പിൽ പ്രഭ വിതറി വീണ്ടും ഉഷ. ഉഷയുടെ സൗന്ദര്യവും നിർമ്മലതയും ആ മുഖത്തിനില്ലായിരുന്നു. പരുക്കൻ തൊലി, ചോരവാർന്ന കണ്ണുകൾ, പ്രേതത്തിൻ്റെ രൂപം. ഗിരിജ ഭീതിയോടെ കണ്ണു തുറന്നു. കൈവിരൽ വേദനിച്ചു തുടങ്ങിയിരുന്നു. അവൾ എന്തു വേണ്ടു എന്നറിയാതെ കരഞ്ഞുപോയി. അപ്പോൾ മാത്രമാണ് അവൾക്ക് പിന്നിൽ ഒഴുകിയലച്ചു പോകുന്ന നീർച്ചാലിൽ കാലുവെച്ച് തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്ന ഒരു പുരുഷൻ ഗിരിജയുടെ ദൃഷ്ടിയിൽപ്പെട്ടത്. ലജ്ജയും വിഷാദവും ഒതുക്കി ഗിരിജ മുഖമുയർത്തി. വിശ്വനാഥൻ നായരുടെ വീടല്ലേ? അതെ. എവിടെന്നാണ്? ഞാൻ രവി, അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ മകനാണ്. അച്ഛൻ്റെയോ? അതൊരു ആശ്ചര്യകരമായ ആത്മകഥമായിരുന്നു. ചേച്ചി, ആ മുറിവ് കെട്ടു. രക്തം വല്ലാതെ വാർന്നു പോയി കഴിഞ്ഞു. ഇനിയും രക്തം പോവുന്നത് ആപത്താണ്. അവൻ പെട്ടെന്ന് കൈവശമുള്ള തൂവാല വലിച്ചു കീറി പമ്പ് ഹൗസിൽ നിന്ന് ഒഴുകിയലച്ച് തോട്ടത്തിലേക്കൊഴുകുന്ന നീർച്ചാലിൽ ഗിരിജയുടെ വിരലുകൾ കഴുകി. തൂവാല കൊണ്ട് തുടച്ച് മുറിവമർത്തി അതിനു മീതെ ചീന്തിയ തൂവാല മുറുക്കിക്കെട്ടി. ഗിരിജ അത്ഭുതത്തോടെ ആ മുഖത്തു തന്നെ ദൃഷ്ടികളൂന്നി. ദിനുവിൻ്റെ അനിയൻ എന്നേ പറയൂ, മുഖഛായ കണ്ടാൽ. അച്ഛൻ്റെ കുടുംബം. ആ കാര്യത്തെക്കുറിച്ച് ഒരിക്കലും അവൾ ഓർത്തിരുന്നില്ല. അച്ഛൻ ഏകനാണെന്നും അച്ഛന് വേറെ ബന്ധുക്കൾ ആരുമില്ലെന്നും ഒരു ധാരണ എങ്ങനെയോ മനസ്സിൽ പതിഞ്ഞിരുന്നു. ഇല്ലപ്പടികൾ കയറി രവിയെ ഉമ്മറത്തെ സോഫയിലിരുത്തി ഗിരിജ പെട്ടെന്ന് അച്ഛൻ്റെ മുറിയിലെത്തി. ഗിരിജ സ്തംഭിച്ചു നിന്നു. അച്ഛൻ്റെ പാദങ്ങളിൽ മുഖം ചേർത്ത് അമ്മ പൊട്ടി കരയുന്നു. അച്ഛൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ട്. ഷോക്കേറ്റതുപോലെ അവൾ തരിച്ചു നിന്നുപോയി. പിന്നെ അവൾ പതുക്കെ അച്ഛനെ വിളിച്ചു. അമ്മയും അച്ഛനും കണ്ണു തുറന്നത് ഒരേ സമയത്തായിരുന്നു. അച്ഛൻ്റെ അനിയൻ്റെ മകൻ വന്നിട്ടുണ്ട്, വിളിക്കട്ടെ? എപ്പോഴും നിശ്ചലതയിൽ ഉടക്കി നിൽക്കാറുള്ള അച്ഛൻ്റെ കണ്ണുകൾ കരയിൽ നിന്ന് വീണ്ടും ജലത്തിലേക്കിട്ട ഒരു പരൽ മീനിനെ പോലെ ചലിച്ചു. അവിടെ സന്തോഷം നിഴലിച്ചിരുന്നു. ഗിരിജ രവിയെ വിളിച്ചു. രവി
ആദ്യം അച്ഛൻ്റെ പാദങ്ങളിൽ തൊട്ടു നമസ്കരിച്ചു. പിന്നെ കട്ടിലിൻ്റെ ഒരു വശം ചെരിഞ്ഞിരുന്നു പറഞ്ഞു, ഞാൻ ഇളയ മകനാണ്. അച്ഛൻ സ്വാധീനമുള്ള ഇടതുകൈ ഉയർത്തി രവിയുടെ കൈപിടിച്ച് ചുണ്ടോടമർത്തി. ഞാൻ കൂട്ടാൻ വന്നതാണ്. മുടങ്ങിക്കിടക്കുന്ന തറവാട്ടിലെ തെയ്യം കെട്ട് വീണ്ടും നടത്തണമെന്ന് എല്ലാവരും പറയുന്നു. അച്ഛൻ്റെ കണ്ണുകൾ ചോദിച്ചു, എവിടെ എൻ്റെ അനിയൻ? അത് മനസ്സിലാക്കിയതുപോലെ രവി പറഞ്ഞു, അച്ഛന് നടക്കാൻ വയ്യ, ഒരു കാല് സ്വാധീനമില്ല, വാദമാണ്. വലിയമ്മയ്ക്ക് സുഖം തന്നെ. രവി നിമിഷങ്ങളോളം അച്ഛനെ നോക്കി നിന്നു. അവൻ്റെ മുഖത്ത് എപ്പോഴും സൗമ്യമായ പുഞ്ചിരി. എന്തോ ആ ഭാവം ഗിരിജയ്ക്ക് ഇഷ്ടപ്പെട്ടു. അത് അവളിൽ സ്നേഹബന്ധങ്ങളുടെ മാധുര്യം നിറച്ചു. അച്ഛൻ ഗിരിജയുടെ നേരെ കൈനീട്ടി. എന്നിട്ട് രവിയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ പോകണമെന്നാണോ അച്ഛാ? അച്ഛൻ സമ്മതാർത്ഥത്തിൽ തലയാട്ടിയതായി തോന്നി ഗിരിജയ്ക്ക്.